ബഹുമാന്യരായ സഹോദരന്മാർ, പ്രിയമുള്ളവരെ, അല്പസമയം വിശുദ്ധ ബൈബിളിലെ ചില വാക്യങ്ങൾ മാത്രം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വിലയേറിയ സമയത്തെ അല്പസമയം മാത്രം ചോദിക്കുകയാണ്. തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത് നാം എല്ലാവരും വളരെ സ്നേഹത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കണം എന്നുള്ളത്. ഇന്നലെ ലോകമെമ്പാടും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയായി. അതിൻ്റെ തിരുവെഴുത്ത് പറയുന്നത് ഒരു മനുഷ്യന് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് അവൻ്റെ ജീവിതത്തിൽ അവനെപ്പോഴും എല്ലായ്പ്പോഴും നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കുവാൻ യോഗ്യമായ അവസ്ഥ അവനുണ്ടാകുമ്പോൾ മാത്രമാണ് പൂർണ്ണമായ സ്വാതന്ത്ര്യം ഒരു മനുഷ്യന് ലഭിക്കുന്നത് എന്ന് തിരുവചനം പറയുന്നുണ്ട്. ഇപ്പോൾ സ്വാതന്ത്ര്യം നമുക്ക് ഇല്ലാതെ പോകുവാനുള്ള കാരണം നമ്മൾ തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ഈ ലോകം തരുന്ന സമാധാനമല്ല. ലോകം തരുന്ന സമാധാനം അല്പസമയത്തേക്ക് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അത് കുറച്ച് കഴിയുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതകളേറെയാണ്. അതിന് കാരണം മനുഷ്യൻ്റെ ദൈവത്തോടുള്ള സമീപനം, അല്ലെങ്കിൽ മനുഷ്യൻ ദൈവത്തെ അനുസരിക്കാതെ ജീവിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ സ്വാതന്ത്ര്യം നമുക്ക് പൂർണ്ണമായും ലഭിക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അവർ നമ്മെ സ്നേഹിക്കുവാനും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമുക്ക് സമാധാനം നൽകുവാനും അവരുടെ ജീവിതത്തിൽ അവരുടെ വേദനകളുടെയൊക്കെയും മധ്യത്തിൽ അവർക്ക് നല്ലൊരു സന്തോഷം പ്രദാനം ചെയ്യുകയും ചെയ്യണമെങ്കിൽ തീർച്ചയായും ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ആ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ എന്ന് തിരുവചനം പറയുക. നമുക്ക് പാപം ചെയ്യാതിരിക്കുവാനുള്ള ഒരു കഴിവുണ്ട്. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവാണ്. അത് നാം തിരിച്ചറിയണം. എന്നാൽ മനുഷ്യരുടെ ജീവിതം ഇപ്പോഴെടുത്ത് പരിശോധിച്ച് നോക്കിയെന്നാൽ മനുഷ്യനത് എപ്രകാരമാണ് വിനിയോഗിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. ഇപ്പം പാപം ചെയ്യാതിരിക്കുവാനുള്ള കഴിവിനെ പാപം ചെയ്യുവാനുള്ള കഴിവായി മനുഷ്യൻ വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം നൂതനമായ മാർഗങ്ങളിൽ കൂടി രീതികളിൽ കൂടി പാപം ചെയ്യാം എന്നുള്ളതാണ് മനുഷ്യനിപ്പോൾ കണ്ടുപിടിക്കുന്നതും പ്രാവർത്തികമാക്കുന്നതുമായ കാര്യങ്ങൾ. അപ്പോൾ പാപം ചെയ്യാതിരിക്കണമെങ്കിൽ തീർച്ചയായും നമുക്ക് ദൈവവുമായി നല്ല അടുത്ത ബന്ധമുണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ ഉപദേശങ്ങളെ നാം സ്വായത്തമാക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അപ്പോഴാണ് പ്രിയമുള്ളവരെ യേശുക്രിസ്തു പറഞ്ഞ ആ സമാധാനവും സന്തോഷവും സ്നേഹവും നമുക്കുണ്ടാകുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതിനാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ തരുന്നത് ലോകം തരുന്ന സമാധാനമല്ല, എൻ്റെ സമാധാനമാണ് ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നത് എന്ന്. അപ്പോൾ യേശുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം യേശു ഉയർത്തെഴുന്നേറ്റ് ഏതാണ്ട് 50 ദിവസം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. ഖേബാവിനും പന്തിരുവർക്കും
പിന്നെ 500-ലധികം പേർക്കും യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുകയും അവരോടൊക്കെ അറിയിക്കുകയും ചെയ്തു, താൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതിനു വേണ്ടിയാണ്, അല്ലാതെ നിങ്ങൾക്ക് അത് ദോഷമായിട്ടല്ല. ഞാനിവിടെ നിങ്ങളോട് കൂടെ ഇരുന്ന് കഴിഞ്ഞെന്നാൽ യഥാർത്ഥമായും നിങ്ങൾക്ക് ലഭിക്കേണ്ടത് നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ആയതിനാൽ ഞാനിവിടെ നിന്ന് പോകുമ്പോഴാണ് ആ യഥാർത്ഥമായ ആ അവകാശം ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ പോയി കാര്യസ്ഥനെ അയച്ചു തരും എന്ന്. അപ്പോൾ കാര്യസ്ഥൻ നമ്മളെ ഭരിക്കുമ്പോൾ, കാര്യസ്ഥൻ നമ്മളെ നയിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നാം തെറ്റിപ്പോവുകയല്ല. യഥാർത്ഥമായും ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ ശക്തി എന്താണെന്നും നാം ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ നാം തിരിച്ചറിയുകയാണ്. ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയെ നമുക്ക് പ്രാപിക്കുവാൻ ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. അത് 2000 വർഷങ്ങൾക്ക് മുൻപ് മാനവരാശിയുടെ മുഴുവൻ പാപത്തിൻ്റെയും പരിഹാരത്തിനു വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് വീണ്ടും ജനനം പ്രാപിക്കുന്ന ഒരു മനുഷ്യനിലാണ് ഈ കാര്യസ്ഥൻ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് അവനിൽ വന്ന് നിറയുകയും, ആ പരിശുദ്ധാത്മാവ് അത് ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവം തന്നെയാണ്. അത് നമ്മളിൽ വസിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ നമുക്ക് പാപം ചെയ്യുവാനും പാപം എന്താണെന്ന് തിരിച്ചറിയുവാനും കഴിയുന്ന ബോധമുണ്ടാകുന്നത്. കാരണം പാപത്തെയും പാപിയെയും വേർവിട്ട് തിരിച്ചറിയുവാൻ കഴിവുള്ളവൻ ദൈവം മാത്രമാണ്. ആ ദൈവം നമ്മളിൽ വസിക്കുമ്പോൾ നമുക്കും ബോധ്യമാകും പാപം എന്താണെന്നും പാപം ചെയ്താലുള്ള കുഴപ്പം എന്താണെന്നും, അല്ലെങ്കിൽ പാപം ചെയ്യുമ്പോൾ നാം അനുഭവിക്കേണ്ടതായ യാതനകളും തിക്തമായ അനുഭവങ്ങളും എന്താണെന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ തീർച്ചയായും നാം ഈ യേശുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയങ്ങളിൽ സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് യഥാർത്ഥമായ ദൈവപ്രവൃത്തി നമ്മളിൽ കൂടിയും ഈ ലോകത്ത് വെളിപ്പെടുന്നതും. സമാധാനവും സന്തോഷവും ഇല്ലാതെ ആയിരിക്കുന്ന മനുഷ്യരെ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും സ്നേഹത്തിലേക്കും നയിക്കുവാൻ കഴിയുന്നത് ഒക്കെയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലരെയും സഹായിക്കുവാൻ കഴിയും. പക്ഷേ നമ്മുടെ സഹായം അല്പസമയത്തേക്ക് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. എന്നാൽ നമ്മളിൽ വസിക്കുന്ന ദൈവം നമ്മോട് കൂടെയിരുന്ന് അവർ വേദന അനുഭവിക്കുന്നതായ ആ വലിയ കഷ്ടത്തിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയും. അതിനാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. യേശുവിന് ജാതിയോ മതമോ ഒന്നുമില്ല. ബൈബിൾ വായിച്ചു നോക്കുമ്പോൾ, ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, യേശു ഈ ഭൂമിയിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും കഷ്ടതകളിൽ വേദനപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുവാനും വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. അല്ലാതെ മതം സ്ഥാപിക്കുവാനല്ല. മതം സ്ഥാപിക്കുന്നത് ദൈവം മുഖാന്തരമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആയതിനാൽ പ്രിയമുള്ളവരെ, യേശുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ അതൊരു മതമായി നാം കാണാതെ ദൈവത്തെ സ്വീകരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ യേശു വസിക്കുമ്പോൾ ആ യേശുവിൻ്റെ സ്നേഹം നമുക്ക് വേദന അനുഭവിക്കുന്ന അനേകരെ ആശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. യേശു എൻ്റെ ഐഹികമായ കാലയളവ് ജീവിതത്തിൽ 3.5 വർഷം ഈ ഭൂമിയിൽ ദൈവരാജ്യത്തെ പറ്റി പ്രസംഗിച്ചപ്പോൾ അനേക മനുഷ്യരാണ് രോഗികളായും അതുപോലെ തന്നെ ഭൂതബാധിതരായും അതുപോലെ കാഴ്ച നഷ്ടപ്പെട്ടവരായും യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വന്നത്. അവർക്കൊക്കെ ആദ്യം മതവുമുണ്ടായിരുന്നു. എന്നാൽ യേശു അവരെയൊക്കെയും സൗഖ്യമാക്കി അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു എന്നുള്ള യഥാർത്ഥ്യം തിരുവെടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിതം വളരെ ദുസ്സഹമായ അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. കാരണം അതിനെല്ലാം മനുഷ്യൻ തന്നെയാണ് യഥാർത്ഥമായ കാരണമെന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അങ്ങനെയുള്ള ആ മനുഷ്യരെ നമുക്ക് അതിൽ നിന്ന് രക്ഷിക്കുവാനും തിരുത്തുവാനും നമുക്ക് കഴിയുകയില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനോ അതിന് കഴിയും എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് യേശു പലപ്പോഴും തൻ്റെ അടുത്തേക്ക് വന്ന എല്ലാവരെയും
സൗഖ്യമാക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. തിരുവചനത്തിൽ നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിച്ച് മരിക്കുന്നവർ യേശു ഉയർത്തെഴുന്നേറ്റ് പോയതുപോലെ ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ ജീവനോടെ ഇരിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ കാഹളം ധ്വനിക്കുമ്പോൾ നാം യേശുവിനോട് കൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. അതിനാണ് പ്രിയമുള്ളവരെ യേശു പറഞ്ഞ അയച്ചിരിക്കുന്നതായ കാര്യസ്ഥൻ എന്ന് പറയുന്ന ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കണമെങ്കിൽ തീർച്ചയായും നാം പാപം ചെയ്യുവാൻ പ്രേരണ നമ്മുടെ ഹൃദയങ്ങളിൽ വന്നാലും ഈ പരിശുദ്ധാത്മാവ് ആ പാപം ചെയ്യുവാൻ ആ മനുഷ്യനെ അനുവദിക്കുകയില്ല. നീ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള ഉൾവിളി അവനിൽ ഉണ്ടാകുമ്പോൾ അവൻ അതിൽ നിന്ന് തിരിഞ്ഞു വരുവാനും അവൻ നന്മയിലേക്ക് തന്നെ കാലൂന്നുവാനും ഇടയായി തീരും. അതാണ് ദൈവത്തിൻ്റെ ശക്തി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഇവിടെ എന്തെല്ലാം നേടിയാലും ഒരിക്കൽ നാം അതെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് കടന്നു പോകേണ്ടവരാണ്. എന്നാൽ ദൈവം തന്നിരിക്കുന്ന ആ സ്വർഗരാജ്യത്തിൽ നാം പ്രവേശിക്കണമെങ്കിൽ, ആ രാജ്യത്തിൽ നാം അംഗമായി തീരണമെങ്കിൽ, അവിടെ നാം ദൈവത്തോടു കൂടെ വസിക്കണമെങ്കിൽ, ഈ ലോക ജീവിതത്തിൽ നമുക്ക് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം എന്നുള്ളതാണ് തിരുവെഴുത്ത് പറയുന്നത് എന്ന് ഇന്ന് കേരളത്തിലെന്നല്ല ലോകത്ത് ഏറ്റവും അധികം പ്രസംഗിക്കുന്നതായ ഏക വിഷയം ഈ സത്യസുവിശേഷമാണ്. ഇത് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വചനമാണ് പ്രിയമുള്ളവർ. അല്ലാതെ ഒരു മനുഷ്യനെ മറ്റൊരു മതത്തിലേക്ക് മാറ്റിക്കൊണ്ടു പോകുകയോ അല്ലെങ്കിൽ ഒരു മതപരിവർത്തനം നടത്തുകയോ എന്നുള്ളതല്ല ഇതിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യം. കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരും എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. കാരണം ഇന്ന് നടക്കുന്ന പാലസ്തീനിലെ യുദ്ധം തന്നെ അതിൻ്റെ അടയാളമാണ്. അവിടെ യേശുവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോകുമ്പോൾ സ്ത്രീകളും കുട്ടികളും വഴിയരികിൽ നിന്ന് നിലവിളിച്ചപ്പോൾ യേശു പറഞ്ഞത്, നിങ്ങൾ എന്നെക്കുറിച്ചോർത്ത് നിലവിളിക്കേണ്ട, നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ മക്കളെക്കുറിച്ചും ഓർത്ത് വിലപിക്കുവനെന്ന് അവിടെ പറയുവാനിടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, നാം എന്നും പത്രം വായിക്കുന്നവരാണ്. അവിടെ പാലസ്തീനിൽ ഏറ്റവും അധികം മരിക്കുന്നത് സ്ത്രീകളും കൊച്ചുകുട്ടികളുമാണ്. കാരണം അവിടെ പിന്നെയും പറയുകയാണ്, കുടിപ്പിക്കാത്ത മുലയുള്ള സ്ത്രീയും അതുപോലെ തന്നെ പ്രസവിക്കാത്ത മച്ചിയായ സ്ത്രീയുമാണെന്ന് പാലസ്തീനിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത്. കാരണം അവർക്ക് ബോംബ് വീണോ മിസൈൽ പൊട്ടിയോ മരിച്ചു പോകുവാൻ അവർക്ക് മക്കളില്ല. ആയതിനാലാണ് അവർ അങ്ങനെ സന്തോഷിക്കുന്നത്. തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. അങ്ങനെ തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്, ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നതായ ഓരോ പ്രവചനങ്ങളും ഇന്ന് നമ്മുടെ കൺമുൻപിൽ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ആസന്നമായിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ വലിയ കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും വേദനകളും ദുരിതങ്ങളും മാത്രമാണ് നമുക്കുള്ളത്. ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്ന ഒരു ചെറിയ കാലഘട്ടം മാത്രമാണ് നമുക്കുള്ളത് ഇവിടെ. എന്നാൽ വരുവാനിരിക്കുന്നതോ അത് നിത്യതയാണ്. അവിടെ അവസാനമില്ല, അവിടെ രോഗമില്ല, ദുഃഖമില്ല, വേദനകളില്ല, ഒന്നുമില്ല. എന്നും ദൈവത്തോടു കൂടെ ഭക്ഷിക്കുന്ന ആ സന്തോഷം നമുക്ക് ലഭിക്കും എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയട്ടെ. യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ മനുഷ്യനും യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ അവനോട് കൂടെ എടുക്കപ്പെടുകയും നിത്യമായ ജീവിതം നയിക്കുകയും ചെയ്യും. കാരണം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഈ ജഡം മാത്രമാണ് ഇവിടെ നശിച്ചു പോകുന്നതും ഈ മണ്ണിനോട് ചേർന്ന് പോകുന്നതും. കാരണം ദൈവം തൻ്റെ സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യനെയാണ്. നിലത്തെ പൊടിയിൽ നിന്നാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. ആ മനുഷ്യൻ ആ പൊടിയിലേക്ക് തന്നെ മറഞ്ഞു പോകുന്നുവെങ്കിലും ദൈവം അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായി എഴുന്നേറ്റ് നിന്നു എന്ന് തിരുവചനം പറയുന്നു. ആ ദേഹി ഒരിക്കലും
കർത്താവി ആയ യേശു ക്രിസ്തു നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്നതായ ആ ജീവൻ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല, അത് നിലനിൽക്കുകയാണ്. ആ ജീവനെയാണ് ഒരിക്കൽ ദൈവം ന്യായം വിധിക്കുന്നത്. അന്ന് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാത്ത സകല ആത്മാക്കളെയും ദൈവം ന്യായം വിധിക്കും എന്ന് തിരുവചനം പറയുന്നുണ്ട്. ആയതിനാൽ പ്രിയമുള്ളവർ, ഈ ലോക ജീവിതത്തിൽ നമുക്ക് ലഭിക്കുവാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് എന്ന് ചോദിച്ചെന്നാൽ അത് യേശുവിനെ രക്ഷകനും കർത്താവുമായി നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറമുള്ള സകല നിക്ഷേപങ്ങളും നാം ഇവിടെ ഉപേക്ഷിച്ച് ഒരു ദിവസം നാം ഇവിടെ നിന്ന് കടന്നു പോകേണ്ടവരാണ്. കാരണം നാം മരിച്ചു പോകും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ആ മരണത്തിൽ നിന്ന് ജയിച്ച യേശുക്രിസ്തുവിനെ പോലെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവരും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരും രൂപാന്തരപ്പെടുകയും തേജസ്കരിക്കപ്പെടുകയും ചെയ്തവരായി യേശുവിൻ്റെ വരവിൽ അവനോട് ചേരും. അതിന് കാലം തികഞ്ഞിരിക്കുന്നു. അതാണ് കാലം തികഞ്ഞു. ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവനെന്ന് യേശു ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇന്നും അതേ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകരുതേ എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. കാരണം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ആ മക്കളാരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നീതിമാനായ ദൈവമോ ന്യായാസനത്തിൽ ഇരുന്നു കൊണ്ട് അന്ന് ന്യായം വിധിക്കുമ്പോൾ ദൈവം നീതിയോടുകൂടെ മാത്രമേ ന്യായം വിധിക്കുകയുള്ളൂ. അങ്ങനെ ആ ന്യായവിധിയിൽ ആരും നിത്യനരകത്തിൽ തള്ളപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടിയാണ് ഈ സുവിശേഷം എല്ലായിടത്തും പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം പ്രിയമുള്ളവരെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആയതിനാലാണ് ഇന്ന് ഈ സുവിശേഷം ഇവിടെയും പ്രസംഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ഏതൊരു വിഷയത്തിൽ ഭാരപ്പെടുന്നുവോ, ഏതൊരു വിഷയത്തിൽ നിങ്ങളെ ആരും സഹായിക്കുവാനില്ല എന്നോർത്ത് നിങ്ങൾ നിസ്സഹായരായി നിൽക്കുന്നുവോ, നിങ്ങളുടെ വിശ്വാസം യേശുക്രിസ്തുവിൽ എത്ര വളരെ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ യേശുവിനോട് നിങ്ങൾ അപേക്ഷിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവർ, ഈ രാത്രിയിൽ നിങ്ങൾ ആ വേദനകളിൽ നിന്നും ആ പ്രയാസങ്ങളിൽ നിന്നും സഹായിക്കാനില്ലാത്ത അവസ്ഥയിൽ നിന്നും നിങ്ങൾ നല്ല സുഖമായി കിടന്നുറങ്ങുമെന്ന് തിരുവചനം വളരെ വ്യക്തമായി പറയുന്നു. യേശു കർത്താവ് നിങ്ങളെ സഹായിക്കും, നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങൾക്ക് സന്തോഷം തരും എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളുടെ വിശ്വാസം എത്ര വലുതാണോ അപ്രകാരം തന്നെ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുമെന്ന് ഞാനിവിടെ നിന്ന് വിളിച്ചു പറയുമ്പോൾ സ്വീകരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ജീവിച്ചിരിക്കുന്നവനാണ് യേശു കർത്താവെന്ന് നാം ഓർത്തിരിക്കേണ്ടതുണ്ട്, നാം അറിയേണ്ടതുണ്ട്. ആ യേശുവിനെ പിന്നെയും പിന്നെയും നമ്മുടെ ഹൃദയത്തിൽ ശക്തിയോടെ നാം ആരാധിക്കുന്നുവെങ്കിൽ, സ്തുതിക്കുന്നുവെങ്കിൽ, വിശ്വസിക്കുന്നുവെങ്കിൽ വിടുവിക്കുവാൻ ദൈവമുണ്ട്. അതാണ് ഇവിടെ തിരുവചനം പറയുകയാണ്. യായിറോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണിയുടെ മകൾ മരിച്ചുപോയിരുന്നു. ഒരു മകൾ മാത്രമായിരുന്നു ആ മനുഷ്യനുണ്ടായിരുന്നത്. ആ മനുഷ്യൻ മടിച്ചാണെങ്കിലും യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ മകൾ മരിക്കാറായി കിടക്കുന്നു, നീ അവളെ ജീവൻ വെപ്പിക്കണമെന്ന് പറഞ്ഞു. യേശു ആ വീട്ടിൽ കടന്നു ചെല്ലുമ്പോൾ വാസ്തവമായും ആ പെൺകുട്ടി മരിച്ചു പോയിരുന്നു. അവൾക്ക് ജീവൻ നൽകി. അവൾ എഴുന്നേറ്റിരുന്ന് ആ വീട്ടിലുള്ളവരും അവിടെ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന എല്ലാ മനുഷ്യരും ഇതെന്തൊരത്ഭുതമെന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെയും ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ട് സന്തോഷിക്കുവാനിടയായി പോലെ പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിലും എത്ര വലിയ വേദനകളിൽ നാം കടന്നു പോകുന്നുവെങ്കിൽ നമ്മളെ സഹായിക്കുവാൻ, നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല എന്ന് നിങ്ങൾ നോക്കുമ്പോൾ ഈ ലോകം അപ്രകാരമുള്ളത് തന്നെയാണ്. ഈ ലോകത്തിന് നിങ്ങളെ സ്നേഹിക്കുവാൻ അല്പസമയത്തേക്ക് മാത്രമേ കഴിയുകയുള്ളൂ. നാം സ്നേഹിച്ച് അങ്ങോട്ട് ചെന്നാലും നമ്മളെ തള്ളിക്കളയുന്ന സ്വന്തം സഹോദരൻ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചെന്നാൽ ചിലപ്പോൾ സാമ്പത്തിക ഭൗതികമായി നിങ്ങൾക്കൊന്നുമില്ലായിരിക്കും. എന്നാൽ നിങ്ങൾ കടന്നു ചെന്ന് ഒരാശ്വാസത്തിന് വേണ്ടി ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ സഹായത്തിനോ വേണ്ടി നിങ്ങൾ ചെല്ലുന്ന ആ സഹോദരൻ വളരെ സമ്പന്നനായിരിക്കും. ആ സമ്പത്താണ് സ്വന്തം സഹോദരനെ തള്ളിക്കളയുവാൻ ഇവിടെ ഇടയായത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. എന്നാൽ യേശു കർത്താവിനോ അങ്ങനെ ഒരു തിരിച്ച് ഉള്ള ഒരു കാര്യവും ചെയ്യുകയില്ല. എല്ലാവരും യേശുവിൻ്റെ മക്കൾ തന്നെയാണ്. അവരെ എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും അവരെ ഏറ്റവും അധികം സ്നേഹിക്കുകയും
തന്നോട് ചേർത്ത് നിർത്തി അവരുടെ ആവശ്യങ്ങളുടെ മേലെല്ലാം ദൈവം അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ആയതിനാൽ നിങ്ങൾ യേശുവിലേക്ക് കടന്നു വരണമേ എന്ന്, യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണമേ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവോ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും ദൈവം നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങൾക്ക് സമാധാനം തരട്ടെ. നിങ്ങളെല്ലായ്പ്പോഴും എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. പോവാ. ബെൽറ്റൊന്നും ഇവിടെ ഇല്ലല്ലോ അല്ലേ? ബെൽറ്റൊക്കെ അപ്പുറത്ത്. നോക്കട്ടെ. ആയിക്കോട്ടെ. ബെൽറ്റ് നോക്കട്ടെ. സൈസാണ്. എനിക്കൊരു ചെറിയ സാധനം തോളെ തൂക്കിയിടാനാ. കാണിച്ചേ. ഒത്തിരി അങ്ങ് ഇറങ്ങിപ്പോകരുത്. തോളയിലൊന്ന് കിടക്കുന്ന സംഗതിയായിരിക്കണം. ഒരു 3 കിലോ ഉള്ള ഒരു സാധനം, ഒരു മൈക്ക, അതെൻ്റെ തോളെ തൂക്കിയിടാനായിട്ടാണ്. നോക്കാം ഞാനതൊന്ന്. ആ 3 കിലോയൊന്നുമില്ല. ഉള്ളതാട്ടെ. ഇത് അത് കാണിച്ചേ. അതാണ്. കഴിച്ച കിടക്കുമെന്ന്. ഇങ്ങനെ കിടന്ന് ഭയങ്കരമായിട്ട് തൂങ്ങിക്കിടക്കും. ഇത് വലിച്ചാൽ നീളി ഏതെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ നമുക്ക്. ഇച്ചിരി നീളം കൂട്ടി നീളം ഇതിന് എത്രയാണ്? രാവിലെ കച്ചവടം നടക്കട്ടെ.
പിന്നെ ഒരു ചെറിയ സുവിശേഷ പ്രവർത്തകനാണ്. ആ ആ അപ്പം ഇതിനൊന്നും ആരും സാമ്പത്തിക സഹായമൊന്നും എന്നെപ്പോലെയുള്ളവർക്ക് ചെയ്യത്തില്ല. വണ്ടിക്കൂലിയൊന്നും. അപ്പം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, സുവിശേഷകൻ സുവിശേഷത്താൽ ജീവിക്കട്ടെ എന്ന് ബൈബിളിൽ ദൈവം പറയുന്നുണ്ട്. പക്ഷേ ഈ ഒത്തിരി കോടീശ്വരന്മാരുണ്ട് ഈ പെന്തക്കോസിനകത്തേക്ക്. അവരാരും അതൊന്നും ചെയ്യാല. എവിടെയാണ് അത് തന്നെ അവർക്ക് അവർ ചിന്തയുള്ളൂ. അവർക്ക് ഈ അത്യാഗ്രഹമാണ്, ആർത്തി.